സഗൗരവമായിരുന്നു UR പ്രദീപിന്റെ സത്യപ്രതിജ്ഞ. രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. നിയമസഭാ സ്പീക്കർ AN ഷംസീർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ചീഫ് വിപ്പ് N ജയരാജ്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രിമാരായ K കൃഷ്ണൻകുട്ടി, P പ്രസാദ്, KB ഗണേഷ് കുമാർ, K രാജൻ, സജി ചെറിയാൻ, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. UR പ്രദീപ് എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. ഉപതെരഞ്ഞെടുപ്പിൽ UR പ്രദീപ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നുമാണ് വിജയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായാണ് നിയമസഭയിലെത്തുന്നത്. എന്നാൽ UR പ്രദീപ് രണ്ടാം തവണയാണ് MLA ആകുന്നത്. മുൻപ് 2016 ചേലക്കരയിൽ നിന്ന് പ്രദീപ് സഭയിലെത്തിയത്. ചേലക്കരയിൽ UR പ്രദീപ് 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 64,259 വോട്ടുകളാണ് പ്രദീപിന് ലഭിച്ചത്. പാലക്കാട് 18,724 വോട്ടുകൾക്കായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയം. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വ്യക്തമായ ആധിപത്യം നേടിയാണ് രാഹുൽ മുന്നേറിയത്. രാഹുലിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അടുത്തിടെ BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.